ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിലെ 2022-2021 SSLC എക്സാമിനേഷനിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ആദ്യത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ ആംഗിൾ സി ഈക്വൽ ടു 110 ഡിഗ്രി, ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ എ. ചിത്രത്തിൽ ആംഗിൾ സി 110 ഡിഗ്രി ആയാൽ ആംഗിൾ എയുടെ അളവ് എത്ര? ഇവിടെ നമ്മുടെ ചിത്രത്തിൽ എ ബി സി ഡി എന്നൊരു 4 വശമുള്ള ചതുർഭുജം തന്നിട്ടുണ്ട്, അഥവാ ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. ഈ ക്വാഡ്രിലാറ്ററലിന്റെ 4 വശവും സർക്കിളിൽ അഥവാ വൃത്തത്തിൽ മുട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? എ ബി സി ഡി എന്ന ക്വാഡ്രിലാറ്ററൽ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്, അഥവാ ഒരു ചക്രീയ ചതുർഭുജമാണെന്ന് പറയാം. ഇനി ഇവിടെ നാലാമത്തെ ഫിഗറിൽ എന്താണ് ചക്രീയ ചതുർഭുജം അഥവാ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ പ്രത്യേകത? അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസിന്റെ തുക അഥവാ സം 180 ഡിഗ്രി ആയിരിക്കും. അഥവാ ആംഗിൾ എയും ആംഗിൾ സിയും കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്, ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് പറയാം? ആംഗിൾ എയും ആംഗിൾ സിയും, ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എത്രയായിരിക്കും? 180 ഡിഗ്രിയാണെന്ന് പറയാം. അതുപോലെ ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂട്ടിയാൽ എത്രയാണ്? 180 ഡിഗ്രിയാണെന്ന് പറയാം. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ആംഗിൾ സി എത്രയാണ്? 110 ഡിഗ്രിയാണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആംഗിൾ എ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജത്തിന്റെ പ്രത്യേകത ഉപയോഗിച്ചാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത്. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ എ പ്ലസ് സി എത്രയാണ്? 110 ഡിഗ്രി ഈക്വൽ ടു 180 ഡിഗ്രി. Therefore, angle A equal to 180 minus 110 equal to 70 ഡിഗ്രി. അടുത്ത ചോദ്യം, in the figure AC is the diameter of the circle. Given that AC is 20 centimeters, angle BAC equal to 60 degree and angle ACD equal to 45 degree. What is the measure of angle ADC? ചിത്രത്തിൽ AC വൃത്തത്തിന്റെ വ്യാസമാണ്. AC equal to 20 centimeter, angle BAC equal to 60 degree, angle ACD equal to 45 degree എന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ ADC യുടെ അളവ് എത്ര? ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ADC ആണ്. അതായത് ഈ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, വൃത്തത്തിന്റെ വ്യാസത്തിൽ നിന്നും വരുന്ന വൃത്തത്തിലേക്ക് ഉണ്ടാക്കുന്ന ആംഗിൾസ് 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ആംഗിൾ ലൈൻ AC എന്നത് ഈ വൃത്തത്തിന്റെ ഡയമീറ്റർ അഥവാ വ്യാസം. ഈ വൃത്തത്തിന്റെ വ്യാസത്തിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ ആണ് ആംഗിൾ ADC. അതുകൊണ്ട് തന്നെ ആംഗിൾ ADC എത്രയായിരിക്കും? ആംഗിൾ ADC എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഈ ചോദ്യത്തിന്റെ ബി ക്വസ്റ്റ്യൻ ആയിട്ട് വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ABCD എന്ന് ചോദിക്കുന്നു. അതായത് ABCD എന്ന ചതുർഭുജത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ പറയുന്നു. ചുറ്റളവ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് AB എത്രയാണ് അളവ്, BCയുടെ അളവ് എത്രയാണ്, CD യുടെ അളവ് എത്രയാണ്, AD എന്ന ലൈനിന്റെ അളവ് എത്രയാണ്, ഈ 4 ലൈനിന്റെയും അളവ് കണ്ടുപിടിച്ചാലാണ് നമുക്ക് പെരിമീറ്റർ അഥവാ ചുറ്റളവ് കണ്ടുപിടിക്കാൻ സാധിക്കുക. അതിന് നമുക്ക് ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്റർ പഠിക്കാം. അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻ ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്റർ പഠിച്ചതിന് ശേഷം സോൾവ് ചെയ്യുന്നു. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ആൾവേസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ? എല്ലായ്പ്പോഴും ചക്രീയമാകുന്ന ചതുർഭുജം ഏതാണ്? പാരലലോഗ്രാം അഥവാ സാമാന്തരികം, ട്രപ്പീസിയം അഥവാ ലംബകം, സ്ക്വയർ അഥവാ സമചതുരം, റോംബസ് അഥവാ സമഭുജ സാമാന്തരികം. ആദ്യം തന്നെ എന്താണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജം എന്താണ്? 4 വശങ്ങളുള്ള ഒരു ക്വാഡ്രിലാറ്ററൽ അഥവാ ഒരു ചതുർഭുജം, അതിന്റെ 4 വശങ്ങളും സർക്കിളിൽ അഥവാ വൃത്തത്തിൽ തട്ടിയാണ് നിൽക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ തുക 180 ഡിഗ്രി ആയിരിക്കും. അതായത് ഒരു സർക്കിൾ വരയ്ക്കുന്നു അഥവാ ഒരു വൃത്തം, ഇനി 4 വശങ്ങളുള്ള ഒരു ചതുർഭുജം അഥവാ ഒരു ക്വാഡ്രിലാറ്ററൽ, ഇതിന്റെ 4 വശങ്ങളും സർക്കിളിൽ തട്ടിയാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി A B C D
എന്ന് ഓരോ ആംഗിൾസിനും പേരിടുകയാണെങ്കിൽ ആംഗിൾ എയും ആംഗിൾ സിയും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. ആംഗിൾ ഡിയും ആംഗിൾ ബിയും കൂട്ടിയാലും 180 ഡിഗ്രി കിട്ടണം. ഇതാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജത്തിന്റെ പ്രത്യേകത. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ 4 ഏതാണ് നിർബന്ധമായും സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജമാവുക? ആദ്യം തന്നെ പാരലലോഗ്രാം. എന്താണ് പാരലലോഗ്രാമിന്റെ പ്രത്യേകത? അഡ്ജസന്റ് ആംഗിൾസിന്റെ സമ്മ് തുക 180 ഡിഗ്രി ആയിരിക്കും. ഇത് എ, ബി, സി ആൻഡ് ഡി ആണെങ്കിൽ അഡ്ജസന്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള ആംഗിൾസിന്റെ തുക 180 ഡിഗ്രി ആയിരിക്കും. അതായത് എയും ബിയും കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. ബിയും സിയും കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. സിയും ഡിയും കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. ഡിയും എയും കൂട്ടിയാലും 180 ഡിഗ്രി ആയിരിക്കും. അതാണ് പാരലലോഗ്രാം അഥവാ സാമാന്തരികത്തിന്റെ പ്രത്യേകത. പക്ഷെ ഒരു ചക്രീയ ചതുർഭുജം ആവണമെങ്കിൽ എന്ത് വേണം? ഓപ്പോസിറ്റ് ആംഗിൾസുകൾ, എതിർവശം വരുന്ന ആംഗിൾസുകളുടെ തുക വേണം 180 ഡിഗ്രി ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? പാരലലോഗ്രാം എല്ലായ്പ്പോഴും സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആവില്ല എന്ന് പറയാം. ഇനി അടുത്തത് ട്രപ്പീസിയം അഥവാ ലംബകം. ലംബകത്തിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ എ ബി ഡി സി എന്ന 2 ലൈൻ ഉണ്ടെങ്കിൽ ഈ 2 ലൈനും പാരലൽ ആയിരിക്കും അഥവാ സാമാന്തരികമായിരിക്കും. അതുപോലെ തന്നെ പാരലലോഗ്രാമിന്റെ പോലെ തന്നെ അടുത്തടുത്തുള്ള ആംഗിൾസിന്റെ തുക 180 ഡിഗ്രി ആയിരിക്കും. അഥവാ എയും ബിയും കൂട്ടിയാൽ 180 ആയിരിക്കും. ബിയും സിയും കൂട്ടിയാൽ 180 ആയിരിക്കും. സിയും ഡിയും കൂട്ടിയാൽ 180 ആയിരിക്കും. ഡിയും എയും കൂട്ടിയാൽ 180 ആയിരിക്കും. ഇതിലും ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ഡിഗ്രി ആണെന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ട്രപ്പീസിയം അഥവാ ലംബകവും എല്ലായ്പ്പോഴും ഒരു ചക്രീയ ചതുർഭുജം ആവുകയില്ല. അടുത്തത് സ്ക്വയർ അഥവാ സമചതുരം. സ്ക്വയറിന്റെ പ്രത്യേകത എന്താണ്? 4 സൈഡും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ 4 ആംഗിളും ഈക്വൽ ആയിരിക്കും. എത്രയാണ് 4 ആംഗിൾസ് ഉണ്ടാവും? സ്ക്വയറിന്റെ 4 ആംഗിൾസും 90 ഡിഗ്രി ആയിരിക്കും. അതാണ് സ്ക്വയർ അഥവാ സമചതുരത്തിന്റെ പ്രത്യേകത. 4 ആംഗിൾസും 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓപ്പോസിറ്റ് ആംഗിൾസ് ഒരു സ്ക്വയറിന്റെ അഥവാ ഒരു സമചതുരത്തിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എല്ലായ്പ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. കാരണം 90 + 90 എത്രയാണ്? 180 ഡിഗ്രിയാണ്. അതുകൊണ്ട് സ്ക്വയർ അഥവാ സമചതുരം നിർബന്ധമായും എല്ലായ്പ്പോഴും ചക്രീയ ചതുർഭുജം അഥവാ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും. അടുത്തത് റോംബസ്. എന്താണ് റോംബസിന്റെ പ്രത്യേകത? അതിന്റെ 4 സൈഡും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡുകൾ പാരലൽ ആയിരിക്കും. ഇനി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആവുക എന്നതാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജത്തിന്റെ പ്രത്യേകത. പക്ഷേ റോംബസ് അഥവാ സമഭുജ സാമാന്തരികത്തിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? റോംബസും എല്ലായ്പ്പോഴും എന്താവില്ല? ചക്രീയ ചതുർഭുജം അഥവാ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആവുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്തരം എന്താണ്? സ്ക്വയർ അഥവാ സമചതുരം. അടുത്ത ചോദ്യം. In the figure, AB is the diameter of the circle. C is a point on the circle. One of the angles, angle ACB and angle ADB is twice the other. Write the measures of the angles, angle ACB and angle ADB. ചിത്രത്തിൽ AB വൃത്തത്തിന്റെ വ്യാസമാണ്. C വൃത്തത്തിലെ ഒരു ബിന്ദുവാണ്. ആംഗിൾ ACB, ആംഗിൾ ADB ഇവയിൽ ഒരു കോണിന്റെ അളവ് മറ്റേതിന്റെ ഇരട്ടിയാണ്. ആംഗിൾ ACB, ആംഗിൾ ADB ഇവയുടെ അളവുകൾ എഴുതുക. ഇവിടെ ഈ ഫിഗറിൽ നമുക്കൊരു വൃത്തം തന്നിട്ടുണ്ട്. വൃത്തത്തിന്റെ ഡയമീറ്റർ അഥവാ വ്യാസമാണ് AB. ഇനി ഈ ഡയമീറ്റർ അഥവാ വ്യാസത്തിൽ നിന്നും വൃത്തത്തിലേക്ക് അഥവാ സർക്കിളിലേക്ക് ഒരു ആംഗിൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ആംഗിൾ ACB. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു സർക്കിളിന്റെ ഡയമീറ്റർ അഥവാ വ്യാസത്തിന്റെ 2 അറ്റത്തിൽ നിന്നും സർക്കിളിലേക്ക് വരുന്ന ഏതൊരു ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. ഈ 3ാമത്തെ ഫിഗറിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത് സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. ഈ സർക്കിളിന്റെ ഡയമീറ്ററിൽ നിന്നും സർക്കിളിലേക്ക് വരുന്ന ഒരു ആംഗിൾ, അത് ഏത് ആംഗിൾ ആയാലും സർക്കിൾ മുട്ടുന്നുണ്ടെങ്കിൽ അത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആംഗിൾ ACB എന്താണ്? 90 ഡിഗ്രിയാണ്. ഇനി നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ആംഗിൾ ACBയുടെയും അതുപോലെ തന്നെ ആംഗിൾ ADBയുടെയും ഒരു പ്രത്യേകത എന്താണ്? ഒരു കോണിന്റെ അളവ് മറ്റേതിന്റെ ഇരട്ടിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആംഗിൾ ACB കിട്ടിയിട്ടുണ്ട്, 90 ഡിഗ്രിയാണ്. ഇനി ഇതേ ഡയമീറ്ററിൽ നിന്നും തന്നെയാണ് ആംഗിൾ ADBയും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് 3ാമത്തെ ഫിഗറിൽ പറഞ്ഞിട്ടുണ്ട്
ഇതേ ഡയമീറ്ററിൽ നിന്ന് സർക്കിളിലേക്ക് വരുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. സർക്കിളിന്റെ പുറത്തേക്ക്, അതായത് വൃത്തത്തിന്റെ പുറത്തുണ്ടാകുന്ന ആംഗിൾസ് 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. വൃത്തത്തിന്റെ അകത്തുണ്ടാവുന്ന ആംഗിൾസ് 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും എന്ന് നമ്മൾ പഠിച്ചതാണ്. ഇവിടെ വൃത്തത്തിന്റെ പുറത്താണ് ഈ ആംഗിൾ ഉണ്ടായിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആംഗിൾ എ ഡി ബി എന്നത് 90 ഡിഗ്രിയേക്കാൾ കുറവായ ഒരു ആംഗിളാണ്, ലെസ് ദാൻ 90 ഡിഗ്രിയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ആംഗിൾ എ സി ബി ഈക്വൽ ടു 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ഡി ബി എന്തായിരിക്കും? 90 ഡിഗ്രിയുടെ പകുതിയാണ്. അപ്പോൾ 45 ഡിഗ്രി. 90/2 45 ഡിഗ്രി. അപ്പൊ നമുക്ക് എന്ത് പറയാം? ആംഗിൾ എ ഡി ബിയുടെ ഇരട്ടിയാണ് ആംഗിൾ എ സി ബി എന്ന് പറയാം. അടുത്ത ചോദ്യം, ഇൻ ദ ഫിഗർ സി ഡി ഇ ആൻഡ് ജി ആർ പോയിന്റ്സ് ഓൺ ദ സർക്കിൾ. ആംഗിൾ ഡി ഈക്വൽ ടു 70 ഡിഗ്രി. ഫോർ ദ ആംഗിൾസ് ഗിവൺ ഇൻ കോളം 1 ചൂസ് സ്യൂട്ടബിൾ മെഷേഴ്സ് ഫ്രം കോളം 2. ചിത്രത്തിൽ സി ഡി ഇ ജി എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളാണ്. ആംഗിൾ ഡി 70 ഡിഗ്രി. ഒന്നാമത്തെ കോളത്തിലെ കോണുകളുടെ അളവുകൾ ആകാവുന്നത് രണ്ടാമത്തെ കോളത്തിൽ നിന്നും തെരഞ്ഞെടുത്ത് എഴുതുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇ ജി എന്നതൊരു കോഡാണ്, അഥവാ ഈ സർക്കിളിന്റെ അഥവാ ഈ വൃത്തത്തിന്റെ ഒരു ഞാണാണ് ഇ ജി. ഇ ജിയിൽ നിന്നുമാണ് ആംഗിൾ ഡി ഉണ്ടായിട്ടുള്ളത്. ഇ ജി എന്ന കോഡ് അഥവാ ഞാണിന്റെ രണ്ടറ്റത്തിൽ നിന്നുമാണ് ആംഗിൾ ഡി ഉണ്ടായിട്ടുള്ളത്. അതെത്രയാണ്? 70 ഡിഗ്രി. ഇനി ഇതേ ഞാൻ അഥവാ ഇതേ കോഡിന്റെ രണ്ട് സൈഡിൽ നിന്നും വൃത്തത്തിലേക്കുണ്ടായ ആംഗിൾ ആണ് ആംഗിൾ ഇ സി ജി, അതായത് ഈ ആംഗിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നാമത്തെ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് ഒരു കോഡ്. ഇതൊരു കോഡാണ് അഥവാ ഒരു ഞാണാണ്. ഇതിന്റെ ഒരു സൈഡിലേക്ക് സർക്കിളിൽ ടച്ച് ചെയ്ത ഒരു ആംഗിൾ ഉണ്ടാവുന്നുണ്ട്. അത് എത്രയാണ്? x/2 ആണെങ്കിൽ അതേ കോഡിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്ന സർക്കിളിൽ മുട്ടി നിൽക്കുന്ന, സർക്കിളിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന ആംഗിൾ 180 മൈനസ് x/2 ആയിരിക്കും. അപ്പോൾ ഇവിടെ ആംഗിൾ സി എന്തായിരിക്കും? അഥവാ ആംഗിൾ ഇ സി ജി എന്തായിരിക്കും? 180 മൈനസ് 70 ഡിഗ്രി ആയിരിക്കും. അത് എത്രയാണ്? 110 ഡിഗ്രി. അപ്പൊ നമുക്ക് ആംഗിൾ ഇ സി ജി കിട്ടി. എത്രയാണ്? ആംഗിൾ ഇ സി ജി എന്ന് പറയുന്നത് 110 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇനി അടുത്തത് ആംഗിൾ ഇ ബി ജിയും ആംഗിൾ ഇ എ ജിയും ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏതൊക്കെയാണ്? ഇ ബി ജി, അതായത് ഈ ആംഗിളും ആംഗിൾ ഇ എ ജി, ഈ ആംഗിളും ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ രണ്ട് ആംഗിൾസും സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജത്തിന്റെ പ്രത്യേകതകൾ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഈ സർക്കിളിന്റെ ഉള്ളിൽ വരുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ അഥവാ ഒരു ചതുർഭുജമാണ് ഈ ഡി ജി പി ഇ എന്ന് പറയുന്നത്. ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഈ സൈഡ് ഡി ജി ഇ പി. ഇതിലെ ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ മാത്രം എടുത്തു വരച്ചതാണിത്. ഇത് എത്ര ആംഗിൾ? 70 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ക്വാഡ്രിലാറ്ററലിന്റെ പ്രത്യേകത എന്താണ്? അഥവാ ഈ ചതുർഭുജത്തിന്റെ പ്രത്യേകത എന്താണ്? ഇതിലെ ബി എന്ന സൈഡ് അഥവാ ബി എന്ന ആംഗിൾ സർക്കിളിൽ തട്ടിയിട്ടില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും സർക്കിളിൽ ടച്ച് ചെയ്യാത്ത ആംഗിളും തമ്മിൽ അതിന്റെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രിയേക്കാൾ കൂടുതലായി. ആംഗിൾ ഡിയും ആംഗിൾ ബിയും കൂട്ടിയാൽ 180 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ ഇതില് ഇനി രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്, 120 ഡിഗ്രിയും 60 ഡിഗ്രിയും. 180 ഡിഗ്രി ഒരിക്കലും വരില്ല. കാരണം 180 ഡിഗ്രി ഇത്രയും ആംഗിളിനെയാണ് 180 ഡിഗ്രി എന്ന് പറയുന്നത്. ഈ ആംഗിൾ ആണ് 180 ഡിഗ്രി. അങ്ങനെ ഒരു കോൺ അഥവാ ആംഗിൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ 180 ഡിഗ്രി ഒരു ഓപ്ഷൻ ആയിട്ട് വരുന്നില്ല. ഇനി ഇവിടെ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്, 120 ഡിഗ്രി അല്ലെങ്കിൽ 60 ഡിഗ്രി. ഇവിടെ ആംഗിൾ ഡി എന്ന് പറയുന്നത് 70 ഡിഗ്രി ആണെന്ന് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി ഈ 70 ഡിഗ്രിയോട് 120 ഡിഗ്രി കൂട്ടിയാലാണോ 60 ഡിഗ്രി കൂട്ടിയാലാണോ 180 ഡിഗ്രിയേക്കാൾ വലുതാവുക? എന്തായാലും 120 ഡിഗ്രി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര നമുക്ക് കിട്ടും? 190 ഡിഗ്രി എന്ന് കിട്ടും. ഇത് എത്രയാണ്? 180 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇവിടെ ബി ആംഗിൾ ബി എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണെന്ന് പറയാം.
അപ്പോൾ ഇ സി ഇ ബി ജി എത്രയാണ് ആംഗിൾ ഇ ബി ജി 120 ഡിഗ്രി. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ് ആംഗിൾ ഇ എ ജി. ഇനി ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് ബാക്കിയുള്ളത് 60 ഡിഗ്രി മാത്രമായതുകൊണ്ട് ആംഗിൾ എ നമുക്ക് ഈസി ആയിട്ട് 60 ഡിഗ്രി ആണെന്ന് പറയാം. ഇനി ഈ ക്വാഡ്രിലാറ്ററലിന്റെ പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് തന്നെ അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് കൂടെ നോക്കാം. ഡി ജി എ ഇ എന്ന ക്വാഡ്രിലാറ്ററൽ മാത്രമാക്കിയിട്ടൊന്ന് വരയ്ക്കാം. ഡി ഇ എ ജി ഇത് 70 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഈ ക്വാഡ്രിലാറ്ററലിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ ഡി ഇ ജി 3 സൈഡുകളും 3 ആംഗിൾസും സർക്കിളിൽ തട്ടിയിട്ടുണ്ട്. എ എന്ന് പറഞ്ഞ പോയിന്റ് മാത്രം സർക്കിളിന്റെ പുറത്താണ്. അങ്ങനെയുള്ള ഒരു ക്വാഡ്രിലാറ്ററൽ ആണ് ഇത്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ബിയും ഡിയും കൂട്ടിയാൽ 180 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. അതായത് ഇവിടെ ആംഗിൾ ഡിയും ആംഗിൾ എയും കൂട്ടിയാൽ ലെസ് ദാൻ 180 ഡിഗ്രി, 180 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആംഗിൾ ഡി എത്രയാണ്? 70 ഡിഗ്രിയാണ്. പ്ലസ് ഇനി ഈ കൂട്ടത്തിൽ ഏത് കൂട്ടിയാൽ 70 ഡിഗ്രിയോട് കൂടി ഏത് കൂട്ടിയാൽ 180 ഡിഗ്രിയേക്കാൾ കുറയും? 60 ഡിഗ്രി. 70ന്റെയും 60 ഡിഗ്രിയും കൂട്ടിയാൽ എത്ര കിട്ടി? 130 ഡിഗ്രി. 130 ഡിഗ്രി എന്താണ്? 180 ഡിഗ്രിയേക്കാൾ കുറവാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ആംഗിൾ എ എന്ന് പറയുന്നത് 60 ഡിഗ്രി എന്ന് പറയാം. അപ്പോൾ നമുക്ക് ആംഗിൾ ഇ സി ജി 110 ഡിഗ്രിയാണ്, ആംഗിൾ ഇ ബി ജി 120 ഡിഗ്രിയാണ്, ആംഗിൾ ഇ എ ജി 60 ഡിഗ്രിയാണെന്ന് കിട്ടി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ 2020, 2019 വർഷങ്ങളിൽ SSLC എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ്. താങ്ക് യു.